ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് സിയാദ് ഇലിക്കൽ. എല്ലാ സൺഡേയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ഈ ഒരു സൺഡേ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാർക്കറ്റ് ഒട്ടും തന്നെ ശാന്തമായ രീതിയിലല്ല ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ലിബറേഷൻ ഡേയിൽ ട്രംപ് ചൈന, അതല്ലെങ്കിൽ ജപ്പാൻ, യൂറോപ്പ്, മെക്സിക്കോ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും മേൽ ഫർദറായിട്ടുള്ള ഒരു താരിഫ് ഹൈക്ക് പ്രഖ്യാപിച്ചതായിരുന്നു ഏറ്റവും പ്രധാന ഇവൻ്റ്. അന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് വലിയ തോതിൽ ഇടിവ് ഉണ്ടാക്കാതെ പൊരുതി ചെറുത്തുനിൽപ്പ് നടത്തി. അതിനുശേഷമാണ് ഇതിനെതിരെ ചൈന പ്രധാനമായിട്ടും റെസിപ്രോക്കൽ താരിഫ് US ഉൽപ്പന്നങ്ങൾക്കെതിരെ 36% പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ മാർക്കറ്റും അതുവഴി യൂറോപ്യൻ മാർക്കറ്റിലും വലിയ ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തമ്മിൽ നേർക്കുനേർ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഓൾറെഡി തന്നെ ട്രംപിൻ്റെ താരിഫ് ആയിക്കൊണ്ട് പുറത്തുമുട്ടിയ US മാർക്കറ്റ് ഈ ഒരു ന്യൂസ് വന്നതിലൂടെ ഇടിഞ്ഞിട്ടുള്ളത് $5 ട്രില്യൺ ആണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിന് ഈക്വലൻ്റായ രീതിയിലുള്ള മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് US മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായിപ്പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഒരു കൺട്രിയിൽ നിന്നാണ് $5 ട്രില്യൺ വൈപ്പ് ഔട്ടായി പോയിട്ടുള്ളത്. US മാർക്കറ്റ് കോവിഡിന് ശേഷം കണ്ട ഏറ്റവും വലിയ ഇടിവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യുവേഷൻ ആണ് എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് നിഫ്റ്റി 26,300 നിന്ന് ഏകദേശം ഒരു 15% ഇടിവുണ്ടാക്കിയപ്പോൾ അതേ സമയത്തൊന്നും തന്നെ ഇടിവുണ്ടാക്കാതെ ഓൾ ടൈം ഹൈ പോയ US മാർക്കറ്റും ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് 15% ഇടിവുണ്ടാക്കി. നിഫ്റ്റി എത്രമാത്രം ഇടിഞ്ഞോ അത്രമാത്രം ഇടിവുണ്ടാക്കി. കൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ ഈക്വലൻ്റ് ആയിട്ട് US മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായി പോയി. എന്തിനു പറയുന്നു, കഴിഞ്ഞ ദിവസം മാത്രം ടെസ്ല 10% ഇടിവ്, ഇന്ത്യയിൽ 10% ഇടിവ്. അപ്പോൾ അത്തരത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഇടിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടാക്കി. റിലയൻസും ഡോക്ടർ റെഡ്ഡി എല്ലാം തന്നെ 6% മുകളിൽ ഇടിവുണ്ടാക്കി. GDRൽ റിലയൻസും ADRൽ ഡോക്ടർ റെഡ്ഡി ഉൾപ്പെടെയുള്ള ഡോക്ടർ റെഡ്ഡിയും കൂടാതെ തന്നെ മറ്റുള്ള IT കമ്പനീസും എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. മാർക്കറ്റിൽ ഭീതി ഉണ്ടാക്കുകയല്ല, മറിച്ച് ഈ പറഞ്ഞതെല്ലാം തന്നെ ഫാക്റ്റാണ്, സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. കൂടാതെ വേറെ ഒരു ന്യൂസ്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു ഓട്ടോ താരിഫ് കാരണം ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടിയ ടാറ്റ മോട്ടേഴ്സ് ഏകദേശം 7% അടുത്ത് വീക്കിലി അടിസ്ഥാനത്തിൽ ടാറ്റ മോട്ടേഴ്സ് ഇടിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം GLRനെല്ലാം തന്നെ എക്സ്പോർട്ട് US ടാറ്റ മോട്ടേഴ്സ് പോസ് ചെയ്തു. GLRെല്ലാം തന്നെ 4 lakh യൂണിറ്റ് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. US മാത്രം GLR ഏകദേശം 1 lakh യൂണിറ്റ് സെല്ല് ചെയ്തു. ടാറ്റ മോട്ടേഴ്സിൻ്റെ 17% റവന്യൂ വരുന്നത് GLRലാണ്. അപ്പോൾ ആ ഒരു GLRൻ്റെ എക്സ്പോർട്ടാണ് ടാറ്റ മോട്ടേഴ്സ് പോസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗ്ലോബലി ഉള്ള ഒരു വൺ ലൈൻ ന്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ന്യൂസ് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 6:30 തന്നെ നമുക്ക് നിഫ്റ്റിയുടെ വാല്യൂ കാണാൻ സാധിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് 9:15 ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ US ഫ്യൂച്ചർ ഏകദേശം ഒരു 1000 പോയിൻ്റ് ഒരു ഇടിവുണ്ടായിരുന്നു. പക്ഷേ വ്യാഴാഴ്ച ദിവസം ഏകദേശം ഒരു 1300 പോയിൻ്റ് ഇടിഞ്ഞ ഡോ ഫ്യൂച്ചർ അല്ലെങ്കിൽ US മാർക്കറ്റ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളൊരു റിക്കവറി പ്രതീക്ഷിച്ചു. പക്ഷേ റിക്കവറി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൽ കൂടുതൽ ഇടിഞ്ഞു. അപ്പം 300-350 പോയിൻ്റാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നിഫ്റ്റി ഇടിഞ്ഞിട്ടുള്ളത്. നിഫ്റ്റി ഏകദേശം 600 പോയിൻ്റ് ഇടിഞ്ഞു. അതായത് പ്രാക്ടിക്കലി വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു 1000 പോയിൻ്റിൻ്റെ ഒരു ഇടിവ് ഉണ്ടാക്കി. അതായത് ഇലക്ഷൻ്റെ സമയത്ത് ഈ നമ്മുടെ എക്സിറ്റ് പോൾ ഫലം വന്ന ദിവസം നിഫ്റ്റി ഒരു സിംഗിൾ ഡേ കൊണ്ട് 1000 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും തിരിച്ചു കയറിയിരുന്നു നെക്സ്റ്റ് ഡേ ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതിപ്പോൾ തിരിച്ച് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഒരു സിംഗിൾ ഡേ കൊണ്ട് നിഫ്റ്റി 1000 പോയിൻ്റ് ഇടിഞ്ഞിട്ടുള്ളത്. നിഫ്റ്റിയുടെ സ്പോട്ട് ഏകദേശം 350 പോയിൻ്റ് ഇടിഞ്ഞിട്ടുള്ളത്. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിഫ്റ്റി റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നിഫ്റ്റി 1.5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പ്രാക്ടിക്കലി 1000 പോയിൻ്റ് ഇടിവിൻ്റെ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. റിക്കവറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പൊതുവേ ഉള്ളത്. ഇനി നമുക്ക് നേരെ കുറച്ച് ഡേറ്റാസ് പരിശോധിക്കാം. ഇതിൽ ആദ്യമുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റ് തന്നെ ആയിക്കോട്ടെ. ഗ്ലോബൽ മാർക്കറ്റ് കാണാം.
താഴെ യുഎസ് വിക്സ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 48% യുഎസ് വിക്സ് ഉയർന്നു, 37 ആയിട്ടുണ്ട്. നാസ്ഡാക്ക് കാണാം 5.8% ഫോള്, ഡോ കാണാം 5.5% ഫോള്. ഡോ എത്ര പോയിന്റാണ്? 2200 പോയിന്റാണ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും കട്ട ബീറിഷാണ്, അതീവ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇനി യുഎസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത യുഎസ് കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം നെറ്റ്ഫ്ലിക്സ്, ഇൻഡൽ, ടെസ്ല, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ, എൻവിഡിയ, അസഞ്ചർ മാത്രം എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ തിരിച്ചു കയറി, മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളും ഇടിവ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്, ഈ ഒരാഴ്ച ഒരുപാട് പ്രധാന ഈവൻ്റ് ഉണ്ടായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യു എസിൽ നിന്ന് ഏപ്രിൽ 9 എന്താ? ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, കൂടാതെ തന്നെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. ഇന്ത്യയിൽ നിന്ന് എന്താ? ഏപ്രിൽ 9 ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ്, RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് 10 മണിക്കാണ് കേട്ടോ. ഏപ്രിൽ 10 യു എസിൽ നിന്ന് ഇൻഫ്ലേഷൻ, ചൈന ഇൻഫ്ലേഷൻ, ഇന്ത്യ ഹോളിഡേ ആണ്, മഹാവീർ ജയന്തിയാണ്. ഏപ്രിൽ 11 യു എസിൽ നിന്ന് PPI ഡേറ്റ, UK GDP ഡേറ്റ. അപ്പോൾ ഏപ്രിൽ 10 അതായത് വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് നമ്മുടെ എക്സ്പയറി നിഫ്റ്റിയുടെ എന്നായിരിക്കും ഉണ്ടാവുക? ഏപ്രിൽ 9. അപ്പോൾ 3 ദിവസം എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് DK ഒക്കെ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെങ്കിൽ കൂടി 600 പോയിന്റ് ഇടിവ് പുട്ട് ഹോൾഡ് ചെയ്ത അല്ലെങ്കിൽ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ കോള് ബൈ ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ കനത്ത വില കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസമാണ്. ഇനി നമുക്ക് നോക്കേണ്ടതായിട്ട് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കാം. നേരെ കാണാം ഡിവിഡൻഡ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഗ്ലോബൽ ഈവൻറ്റും ഇപ്പോൾ കാണിച്ച ഈ ഒരു ഡിവിഡൻഡ് ഡീറ്റെയിൽസും ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന റിസൾട്ട് കലണ്ടറെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡിയുടെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഇന്ന് റെക്കോർഡ് ഡേറ്റ് ആഷ്യാന ഹൗസിംഗ് ₹1 ഡിവിഡൻഡ്, ഏപ്രിൽ 11 റെക്കോർഡ് ഡേറ്റ്. ക്രിസിൽ ₹26 ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് കാണാം. അതുപോലെ തന്നെ സനോഫി ഇന്ത്യ, ABB ഇന്ത്യ തുടങ്ങിയ കമ്പനീസിലെല്ലാം തന്നെ എമൗണ്ടും റെക്കോർഡ് ഡേറ്റും ഇവിടെ കാണുന്നുണ്ട്. ഇതേ ഡേറ്റ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് ഇനിയാണ് Q4 റിസൾട്ടുകളൊക്കെയാണ് വരുന്നത്. Q4 റിസൾട്ടിൻ്റെ ദിവസങ്ങൾ നോക്കാം. TCS ഏപ്രിൽ 10 കൂടാതെ തന്നെ ഇൻഫി ഏപ്രിൽ 17 HDFC AMC എന്നാണ് ഏപ്രിൽ 17. ഇതും നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ട്രേഡ് ബഡ്ഡി ടാബിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഏകദേശം 9% ഒരു ഫോളാണ്. നിഫ്റ്റി മെറ്റൽ കാണാം 7.4% ഫോൾ. നിഫ്റ്റി എനർജിയോ 3.7, നിഫ്റ്റി റിയാലിറ്റിയോ 3.32. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏകദേശം ഓൾമോസ്റ്റ് 10% ഒരു ലീവാണ് നമ്മുടെ നിഫ്റ്റി ITയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരാഴ്ച നമ്മളുടെ IT കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഏറ്റവും ആദ്യം വരുന്നത്. സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ ഒരു സ്പെസിഫിക് ന്യൂസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാം തന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ടാറ്റ മോട്ടോഴ്സ് അവരുടെ GLRൻ്റെ എല്ലാം തന്നെ എക്സ്പോർട്ട് പോസ് ചെയ്തു. ഇനിയിപ്പോൾ ഡൽഹി വെറി എന്ന് പറഞ്ഞ കമ്പനി, ലോജിസ്റ്റിക് കമ്പനിയാണ് ഡൽഹി വെറി. ഡൽഹി വെറിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഡൽഹി വെറി റൈവൽ ഇകോം എക്സ്പ്രസ് കമ്പനീനെ 1400 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ ബാങ്കിൻ്റെ ടോട്ടൽ ബിസിനസ്, ടോട്ടൽ അഡ്വാൻസ് എല്ലാം തന്നെ 5%-ൻ്റെ ഒരു സ്പൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. L&T കമ്പനി ഇവർ പുതിയൊരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. L&T ഗ്രീൻ എനർജി എന്ന പേരിലുള്ളൊരു സബ്സിഡിയറി ഫോം ചെയ്തു. അപ്പോൾ ഹൈഡ്രജൻ ഡെറിവേറ്റീവ് ബിസിനസ് എല്ലാം തന്നെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്സിഡിയറി L&T ഫോം ചെയ്തിട്ടുള്ളത്. ITC കമ്പനി 131 കോടി രൂപക്ക് ആമ്പിൾ ഫുഡ്സിനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി കമ്പനിയുടെ ഫ്രോസൺ ബിസിനസ്, കമ്പനിയുടെ റെഡി ടു പാക്ക് ബിസിനസ് എല്ലാം തന്നെ എൻഹാൻസ് ചെയ്യാനായിട്ട് ITC തീരുമാനം എടുത്തിട്ടുണ്ട്. പൊതുവേ ITCനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഗോൾഡ് ഫ്ലേക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു എല്ലാ ആൾക്കാരും മനസ്സിലുണ്ടായിരുന്നത്, സിഗരറ്റ് കമ്പനി. പിന്നീട് ITC ഹോട്ടൽ ഡീമർജ് ചെയ്തപ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് ITC ഹോട്ടൽ ബിസിനസ്സും ഉണ്ട് എന്ന് ഉള്ള, ഡീമർജ് അല്ല, ഡീമർജ് തന്നെ സെപ്പറേറ്റ് കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്തു. ITC ഹോട്ടൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്നാക്സ് ബിസിനസ് ഇവർ ചെയ്യുന്നുണ്ട്, ബിസിനസ്സും സ്നാക്സും. സൺഫീസ്റ്റ് എന്ന് പറയുന്നത് ITCയുടെ കമ്പനിയാണ്. അതുപോലെ തന്നെ ബിങ്കോ എന്ന് പറയുന്ന റെഡി ടു ഈറ്റ് കുക്കീസ്, അതും ITCയുടെ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ക്യാൻഡിമാൻ ITCയുടെ പ്രൊഡക്റ്റാണ്. മിൻഡോ ITCയുടെ പ്രൊഡക്റ്റാണ്. യെപ്പി എന്ന് പറയുന്നത് ITCയുടെ പ്രൊഡക്റ്റാണ്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ITCയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ITCയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ITCക്ക് ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് ITCയുടെ പ്രൊഡക്റ്റാണ്. ആശീർവാദ് ആട്ട അത് ITCയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ബിസിനസ് ഉണ്ട്, പല കമ്പനീസിലും ഉണ്ട്. ഈവൻ വിപ്രോക്ക് വരെ ഉണ്ട്. നിർഭര ഉൾപ്പെടെ അക്വയർ ചെയ്തു. വേറൊരു അവസരത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ന്യൂസ് ഉള്ളത്, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എല്ലാം തന്നെ ലോൺ ഗ്രോത്ത് 1.4%-ൻ്റെ ഒരു ഉയർച്ചയുണ്ടായി. പക്ഷേ
ഇത് ഇവരുടെ സീക്വൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ ബാങ്കിൻ്റെ ലോൺ ഗ്രോത്തിലെല്ലാം തന്നെ 1% ഉയർച്ച രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്വാർട്ടറിലും കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കുറവായിട്ടുള്ള ഡേറ്റ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്. ഗ്ലോബൽ മാർക്കറ്റൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചാനലിലെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. തിങ്കളാഴ്ച രാവിലെ നമുക്ക് മാർക്കറ്റിലുള്ള പുതിയ ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു. താങ്ക് യു.